തന്റെ മനസ്സിൽ ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സർവസ്വത്തെക്കാളും സ്നേഹിക്കുന്ന എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ളിൽ നടക്കാൻ പറ്റില്ലാണോ? പോലീസുകാരോട് ഇങ്ങനെ അരിശം വരികയാണ്. ബഹുമാനപ്പെട്ട ഒരു അറബിയിൽ നിന്നാണ്, ഒരു മലയാളിയായ ഇന്ത്യക്കാരനാണ്, ഒരറബി ഗുണമായ അറബി ഭാഷയിൽ അങ്ങനെ പാടുന്ന സുൽമാനെ പറ്റി, സുൽമാനെ പുകയ്ക്ക് ചരിത്രത്തിൻ്റെതായ സംഭവങ്ങളൊക്കെ പുകയ്ക്ക് പാടി എന്ന് മാത്രമല്ല, ഞാൻ മരിച്ച് എന്നെ കബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാലും എന്റെ എല്ലുകൾ പോലും അങ്ങയുടെ പേരിൽ പങ്കു ചെല്ലും നബിയേ. ആ രീതിയിൽ അങ്ങയെ പ്രിയപ്പെടുന്ന പാപിയാകുന്ന സാധുവാകുന്നവരുള്ളത് അങ്ങയെ കാണാൻ വേണ്ടിയാണ് വരുന്നത് ഹബീബേ. ഈ പാവപ്പെട്ട ഉമറിനെ വെറുതെയാക്കി മടക്കരുതേ ഹബീബേ എന്ന വരി എത്തിയപ്പോഴേക്കും മിലിറ്ററിയുടെ ഓഫീസർമാർ നോക്കി നിൽക്കെ റോളാശ്രീവിന്റെ മാതൃകൾ തുറക്കപ്പെട്ടു. പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളിൽ കയറി റാഹത്തായി സിയാറത്ത് ചെയ്തു. സൂഫിയാക്കൾ പറയുന്നു, ഔലിയാക്കൾ പറയുന്നു, സാധാരണക്കാരാണ്. ഇപ്പൊ ഞാനിവിടെ കൈ കണ്ടാണ്, എൻ്റെ കൈ വേറെ നിങ്ങൾക്കറിയോ? അറിയോ? ഇല്ല. ബഹുമാനപ്പെട്ടവരെ, കണ്ണ് അല്ലാഹു കൊടുത്ത രണ്ട് കാഴ്ചയായി. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച, ഇതല്ലാത്തൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാരിപ്പറഞ്ഞ പാദങ്ങൾ ചൂണ്ടിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് മടങ്ങി. ഷെയ്ഖ് അഹ്മദ് റിഫാഈ റളിയല്ലാഹു അൻഹു തങ്ങളെ ഈ സംഭവം കഴിഞ്ഞ് 700 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവം പറയുകയുണ്ടായത്. അപ്പോ ആൺകുട്ടികളാകുന്ന അല്ലാഹു നടക്കുന്ന ആ മഹാന്മാരുടെ പേരിലാണ് നമ്മൾ നേതൃത്വം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മഹാന്മാരുടെ ദുആയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവരെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവിൽ ഖബറും ആഖിറത്തും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഇലാ ഹദറത്ത് നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറാത്ത് ജമീഉൽ അംബിയാ വൽ മുർസലീൻ വമലായികത്തില്ലാഹി മുഖറബീൻ അലൈഹിം സ്വലാത്തു വസ്സലാം وإلى حضرة سيد سلطان محي الدين عبد القادر الجيلاني وإلى حضرة سيد أحمد الكبير الرفاعي رضي الله تعالى عنهم أجمعين وإلى حضرة سيد محمد ولي الله الصديق رضي الله وإلى حضرة أهل الخير أجمعين. الفاتحة. جددوا إيماننا ونبره قلوبكم بقول لا إله إلا الله لا إله إلا الله لا
തന്റെ പെണ്ണുള്ള കുട്ടിയെ പ്രസവിക്കാൻ പോകുന്നു. ഞാൻ ഈ സ്വപ്നത്തിൽ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അമ്പിയാക്കളുടെ നേതാവായ പോലെ നിന്റെ പെണ്ണ് പ്രസവിക്കാൻ പോകുന്ന മകൻ ലോകത്തുള്ള ഔലിയാക്കന്മാരെ ഭരണനായി നിയോഗിക്കപ്പെടും. അങ്ങനെയുള്ളൊരു മഹാനാണ്. ഇത് സ്വപ്നങ്ങളുടെ പിറ്റേ ദിവസം ശൈഖ് അഹ്മദ് മൻസൂർ ബദായി മഹദി അവരുടെ കണ്ട് സ്കാരം കാര്യങ്ങളും ഔറാദ് എല്ലാം കൃത്യമായി പറഞ്ഞു. മോളെ ശ്രദ്ധിക്കണേ, പെങ്ങളെ ശ്രദ്ധിക്കണേ, വീടിന്റെ നല്ലപോലെ നോക്കണേ. മോളെ ആരും കേൾക്കാതെ സ്വന്തം പെങ്ങളോട് പറഞ്ഞു, നിന്റെ വയറ്റിൽ പ്രസവിക്കാൻ പോകുന്നത് ഒരു വലിയ മഹാനാണ്. അങ്ങനെ മാസം ഓരോ മാസം കഴിയുമ്പോഴും അമ്മാവനാകുന്ന ശൈഖ് അഹ്മദ് മൻസൂർ ബദായി റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലെ കുത്തുബാണ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടവര്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 6-ാം മാസം പെങ്ങളെ കാണാൻ വേണ്ടി വന്നു. എന്താ പെങ്ങളെ വർത്താനം? തന്നെ നിന്റെ വയറ്റിലിരിക്കുന്ന കുട്ടിയാണോ അറിയോ? നിന്റെ വയറ്റിലിരിക്കുന്ന കുട്ടി ഏത് മന്ത്രി ആരാണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. അതിന് പെങ്ങൾ പറയുന്നതിന് മുമ്പ് നിന്റെ വയറ്റിലിരിക്കുന്ന കുട്ടി ആരാണ് എന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചപ്പോ 6-ാം മാസം വയറ്റിനുള്ളിലുള്ള ആ കുഞ്ഞ് മറുപടി പറയുന്നത്, ഞാനാണ് അഹ്മദുൽ കബീർ. നമ്മളൊക്കെ പ്രസവിച്ചാൽ നമ്മളെ ഭാര്യമാരെ പെങ്ങന്മാരുടെ പ്രസവിച്ച ആരാ പേരുടെ ചിലർക്ക് വാപ്പിടും, ചിലർക്ക് ഉമ്മടും, ചിലർക്ക് പെങ്ങന്മാരിടും, ചിലപ്പോൾ വേറിടും. പിന്നെ തനിക്കൊരു ശൈഖ് ഉണ്ടെങ്കിൽ ആര് പ്രസവിച്ചാലും, തനിക്ക് പ്രസവിച്ചാലും, തൻ്റെ മക്കളെ പ്രസവിച്ചാലും, പേരക്കുട്ടികളെ പ്രസവിച്ചാലും അത് ശൈഖിനോട് ചോദിച്ചിട്ട് ശൈഖിനോട് പറയും, ശൈഖ് ഇത് തൻ്റെ പേരില്ല, ഞാനാണ് അഹ്മദുൽ കബീർ. വയറ്റിൽ വെച്ച് തൻ്റെ പേരിട്ടിട്ട് അത്ഭുതം കാണിച്ചത് ആണ്. പിന്നെ ഉണ്ടാവില്ലേ? അങ്ങനെ സയ്യിദ് അഹ്മദ് കബീർ റിഫായി ചരിത്രം പഠിച്ച് ഒരു 9 വർഷം മുമ്പ് മദീന നഗരം ഒരു ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ചരിത്രം ഇങ്ങനെ ആ കിതാബ് ഇങ്ങനെ നോക്കി ബഹുമാനപ്പെട്ടവരുടെ മഹാനവർ അന്ത്യവിഷയങ്ങളുള്ള സ്ഥലം ഒന്ന് കാണണമെന്ന ഒരാഗ്രഹം മനസ്സിൽ വന്നു. ആ തവണ ഇതേപോലെ മദീന നഗറിൽ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു റൂസിന്റെ സംസാരം ആഗ്രഹം വന്നുപോയി. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പാർട്ടി ബഗ്ദാദിലേക്ക് പോകുകയാണ്. അവരെ എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഇറാഖിലായി നജിഫിലെത്തി മഹാനവറുകൾ മനസ്സിൽ നീയത്തിലും ആദ്യം നജിഫിൽ നിന്നും അരിയാറിനുള്ള മക്കള, അവിടെ നിന്ന് ഹുസൈൻ മക്കള, അങ്ങനെ നിരവധി അമ്പിയാക്കൾ അന്ത്യവിഷമുള്ള എല്ലാ മഹാം ശരീരം കഴിഞ്ഞിട്ട് ബഗ്ദാദ് ശരീഫ്, ബഗ്ദാദ് പട്ടണത്തിൻ്റെ നടുമന്ത്രിക്ക് അന്ത്യവിഷമം കൊള്ളുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മഖാം ശരീഫിൽ സിയാറത്ത് ചെയ്യാൻ നമ്മൾ അടുത്ത സിയാറത്ത് കേന്ദ്രം മുഹീദ്ദീൻ ജീലാനി തങ്ങളാണ്. ഗൈഡ് വന്ന് പറഞ്ഞു. അപ്പോൾ ഗൈഡ് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഹദറത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? അതേപോലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു തങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. റിഫായി ഷെയ്ഖ് തങ്ങളുടെ പോകാൻ പറ്റൂല. അതെന്താണെന്ന് വെച്ചാൽ വഴി മുഷ്കിലാണ്, വളരെ പ്രയാസമാണ്. ഭീകരവാദികളുടെ വലിയ അക്രമം നടക്കുന്ന സ്ഥലമാണ്. അത് ഒരിക്കലും ഞങ്ങൾ നമ്മുടെ ആരെയും കൊണ്ടുപോകില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനം ചത്തു. നിങ്ങളുമായി ഞാൻ കൊണ്ടുപോക്കിയ ഏതായാലും അത് കേട്ട മനസ്സിനുള്ളിൽ ആ വിഷമത്തോടുകൂടി
നേരെ ഷെയ്ഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അള്ളാഹ് ശരീഫിലേക്ക് കടക്കുകയാണ്. ഈ കടക്കുന്നതാണ് എൻ്റെ വായിൽ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പാടിയ 2 വരി ബെയ്ത്ത് പാടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വായിൽ വന്നത്. ഞാനൊരു വലിയ ആളാണെന്ന് പറയരുത്. ഞാൻ അള്ളാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹം മഹാന്മാരെ പ്രിയപ്പെടുന്നതിന് ഒരു ഉദാഹരണം. നിങ്ങൾ ഈ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഈ ഇരിക്കുന്നതിന് യുദ്ധത്തിൻ്റെ ഫലം പറയാൻ വേണ്ടിയില്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ വിഷമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളെ മദ്ഹ് 2 വരി ചൊല്ലിക്കൊണ്ട് സലാം പറയാമെന്നുള്ള നിയത്തിൽ വായ തുറന്നതാണ്. ആ സമയത്ത് മഹാനായ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ മഹാനവരുടെ മധുഹാണ് എൻ്റെ വായിൽ വാങ്ങി വായ തുറന്നത് ഷെയ്ഖ് ജീലാനി എന്ന് പറയാം. പക്ഷെ വായിൽ വന്നത് ഷെയ്ഖ് റിഫാഈ. ഞാൻ എൻ്റെ ഈ ഇരിക്കുന്ന മക്കളോട് ദിവസം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന എൻ്റെ ഓർമ്മ. നിന്നെ വിളിച്ചത് ഞാനല്ല, നിന്നെ ഇറാഖിൻ്റെ മണ്ണിലേക്ക് വിളിച്ചത് ആദ്യം ഞാനല്ല, റിഫാഈയാണ്. ഈ റിഫാഈൻ്റെ അടുത്ത് പോയിട്ട് പോവാം. ഞാൻ ധരിച്ചു നിന്നു. പിന്നെ പ്രവാചകന്റെ അടുത്തെത്തിയുള്ളൂ. ഞാൻ മുമ്പോട്ട് തന്നില്ല. ഞാൻ അറിയാതെ പിന്നോട്ട് ഒരു 10 അടി പിന്നോട്ട് നടന്നപ്പോൾ അതാ വരുന്നൊരു സയ്യിദ് നീളത്തുപ്പായും നല്ല മനോഹരമായ നീളത്തുപ്പായും ധരിച്ചൊരു മഹാനായ സയ്യിദ് പറയും. ഞാൻ അറിയിൽ ചോദിച്ചു, അദ്ദേഹം അറബിയാണോ അറിയില്ല. ഞാൻ ചോദിച്ച മസ്മുഖും അങ്ങയുടെ പേരെന്താ? ഉടനെ പറഞ്ഞ മറുപടി സയ്യിദ് അഹ്മദ് റിഫാഈ. റോം എടുത്തു പിടിക്കുകയാണ്. സയ്യിദ് അഹ്മദ് റിഫാഈ ഞെട്ടിപ്പോയി. ആ കരങ്ങൾ പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അങ്ങയുടെ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്കൊന്നും പോകാതെ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു തരുമോ? എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ്റെ കൂടെ കൂടിയവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് ഇന്ത്യയിൽ നിന്നും മലബാറിൽ നിന്നാണ്. ശരി, നിങ്ങൾക്ക് എൻ്റെ പാപ്പൻ്റെ അടുത്ത് പോകണം. അവിടെ പോകാൻ പറ്റില്ലെന്നാണ് നേര് പറയുന്നത്. ആര് പറഞ്ഞു പോകാൻ പറ്റില്ലെന്ന്? സയ്യിദ് അവர்கள் തൻ്റെ കീശയിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഉടനെ തന്നെ ഒരാളെ വിളിച്ചു, മലബാറിൽ നിന്നും ഷെയ്ഖ് ഇദ്ദേഹത്തിന് പാപ്പൻ്റെ അടുത്തേക്ക് പോകണം, വേഗം വണ്ടി ഏർപ്പാട് ചെയ്തു. നിങ്ങൾ നോക്കുക, അത്ഭുതം. അദ്ദേഹത്തിന് വേഗം എൻ്റെ ഉപ്പാപ്പൻ്റെ പോകണം, അയാൾ ഏർപ്പാട് ചെയ്തു. ഒരാളെ കേൾപ്പിക്കുക. അദ്ദേഹത്തിന് കണ്ടു, സലാം പറഞ്ഞു, നമ്പർ തന്നെ ഉറപ്പിക്കുമ്പോഴേക്കും അതാ റൗള ശരീഫിൻ്റെ ഉള്ളിൽ നിന്നും ബഗ്ദാദിലെ ഖാദിരിയ മസ്ജിദിലെ ഇമാം പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് ഖലഫ് തങ്ങളവർ ഏറ്റവും സലാം പറഞ്ഞ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞ മുകളിലേക്ക് ഒരുപാട് സെക്യൂരിറ്റികൾ പരിശോധിച്ചിട്ടല്ലാതെ ബഗ്ദാദിലെ ഇമാമിൻ്റെ റൂമിലേക്ക് ആരെയും കടത്തിയില്ല. എന്നെയും എന്നെ കൂടെയുള്ളവർ ഷെയ്ഖ് വരി എന്ന് പറഞ്ഞു. സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞ് മാറി നിൽക്കണം. അങ്ങനെ നേരെ ബഹുമാനപ്പെട്ട റൂമിൽ ഇരുന്നു. ചായ സത്യാനം കഴിഞ്ഞതിന് ശേഷം എന്താണ് ലക്ഷ്യം? ഞാൻ പറഞ്ഞ ഷെയ്ഖ് റിഫാഈ പോകണം. അതിനുള്ള ഇത് പറഞ്ഞ് ഇമാമുകൾ എനിക്ക് സൂചിക്കുന്നു. നേരത്തെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഗൈഡ് മുന്നിൽ പറയാൻ മതി, ഷെയ്ഖിനെ അവിടെ പോകണം. നിങ്ങൾ പറഞ്ഞ സ്ഥലം എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഷെയ്ഖ് അഹ്മദ് അൽ കബീർ റിഫാഈ അൽ ബത്തായി. നമ്മുടെ ചരിത്രത്തിൽ കാണുന്ന പേര് ഇറാഖിലെ ഉമ്മ ഉബൈദ ബത്തായി എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനൊരു സ്ഥലം ഇറാഖിലില്ല എന്നാണ് ഇവർ ഈ ഗൈഡും പറയുന്നത്. അപ്പോൾ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ ഞാൻ പറഞ്ഞല്ലോ, എന്നെ മഖാം ചെയ്ത് വന്നത് ഈ വന്ന് ക്ഷണിച്ച ആള് സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ തങ്ങൾ അവരുടെ പേരക്കുട്ടിയാകുന്ന ഒരു സയ്യിദ് തങ്ങളാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ആ സ്ഥലത്തിന് ഉമ്മ ഉബൈദ ബത്തായി എന്നല്ല പേര്. ഷെയ്ഖ് അവരുടെ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് നാസിറിയ എന്നാണ്.
ഇത് കേട്ടത് ഞാൻ ഗൈഡിനെ വിളിച്ചു. എനിക്ക് പോകേണ്ടത് നാസറിയിലേക്ക്. ആ നാസറിയിലേക്ക് പോകാൻ വളരെ മുഷ്കിലാണ്, വളരെ പ്രയാസമാണ്. വാഹനങ്ങൾ പോകാൻ വളരെ പ്രയാസമാണ്. ഭീകരശല്യങ്ങളും വെടിയുണ്ടകളും ബോംബും ഒക്കെ ഉണ്ടാവും. ഞാൻ എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, എനിക്ക് മുത്തുമഹാനവരുടെ അവകാശികളൊന്നും കാണണം. എൻ്റെ നിർബന്ധം കണ്ടപ്പോൾ വീടിനും ഇമാമവർക്കും പിറ്റേന്ന് രാവിലെ വീട് തന്നെ വാഹനം ഏർപ്പാട് ചെയ്തു. ഇറാഖിൽ നിന്നും 450 കിലോമീറ്റർ അകലെ സ്ഥിതിചെയ്യുന്ന സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ മഖാമിലേക്ക് വാഹനം റെഡിയായി. ഞങ്ങൾ വാഹനത്തിൽ പുറപ്പെട്ടു. 1 കിലോമീറ്റർ കഴിയുമ്പോൾ വാഹനങ്ങൾ മുഴുവനും പരിശോധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ ഇറങ്ങണം. എന്നിട്ട് തൊട്ടാൽ 7 പ്രാവശ്യം കഴിയുന്ന പോലീസ് നായ വന്ന് നമ്മുടെ വാഹനങ്ങളും നമ്മുടെ ഒരു വാഹനം നിർത്തും. നമ്മുടെ ചുറ്റുപാടും നായകൾ വന്നിങ്ങനെ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നായ പോലീസ് ഓഫീസർ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അങ്ങനെ ഓരോ കിലോമീറ്റർ മുമ്പോട്ട് പോയി. കുറച്ച് വമ്പിച്ച കാറ്റ് വന്നേ പൊടിപടലങ്ങൾ വാഹനം മുഴുക്കെ ഗ്ലാസിന്റെ മുകളിൽ മുഴുക്കെ വണ്ടി ഉണ്ടെങ്കിൽ ഓഫാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു അടുത്ത കാറ്റ് വന്നു, പൊടിപടലങ്ങൾ നീങ്ങി, വീണ്ടും യാത്ര. അങ്ങനെ പൊടിപടലങ്ങൾ ഒന്ന് നിറഞ്ഞു. ചുരുക്കത്തിൽ പറയാൻ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടിട്ട് വൈകുന്നേരം 6:50 മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങളുടെ റൗള ശരീഫിലെത്താൻ കഴിയും. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് റാഹത്തോടുകൂടി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് അടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവർ കാര്യം എത്രത്തോളം നോക്കും. എൻ്റെ അനുഭവത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി വേണോ വേണ്ടേ? ഈ പ്രിയം നോക്കണോ വേണ്ടേ? നമ്മുടെ ഈ മാതാവിലാണ് തോൽപ്പിക്ക് ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ ഒരുപാട് പറയാനുണ്ട്. കറാമത്തും ഷറഫും പറയാൻ ഇന്ന് നാളെ നേരത്തോളം പറയാൻ പറയാം. അത്രയ്ക്ക് വലിയ പദവി അള്ളാഹു കൊടുത്ത മഹാനാണ്. മനസ്സുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അത് നമ്മുടെ ശൈഖ് അവരും സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ ആയുള്ള ബന്ധത്തിൻ്റെ ഒരു ഫضലാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിനാണ് നമ്മുടെ ശൈഖന വെള്ളിമാടുള്ള ശൈഖന ദീർഘകാലം ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയാം. ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാരഥങ്ങളുടെ പേരിലുള്ള ശ്രേഷ്ഠമായ നാട്ടുകാരെല്ലാവരും ഓതി വരുന്ന ദിക്റും ഓതി വന്ന ഖുർആൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും വിടുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പുറത്തേക്ക് വന്ന് അത് മതിലോളം ചോദിച്ചു. പാട്ടിൻ്റെ വരിയുടെ അർത്ഥം കണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഇറാഖിൽ നിന്ന് എൻ്റെ റൂഹിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞാൽ അത് വലിയ വിഷയമായി. ഞാനെങ്ങനെ എൻ്റെ റൂഹ് വ്യവസായത്തിൽ പറഞ്ഞേക്കാം, അതൊരു ആത്മീയമായ വിഷയം. ഇപ്പോൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് വിശദീകരിച്ച് സമയമായോ? ഞാൻ നോക്കൂ, ഞാൻ നേരത്തെ പറയും. പക്ഷേ ഇവിടെ ഒളിച്ചോറി വയ്ക്കണം, നിങ്ങൾക്ക് ഒരുപാട് നേരം പറയും. അപ്പം അതുകൊണ്ട് ആ വിഷയം ഞാനിപ്പോൾ ചർച്ച ചെയ്യാം. വലിയ വിഷയമാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഔട്ട് ചെയ്യുന്ന 30-ാം തീയതിയായിരുന്നു. പെട്ടെന്ന് വന്ന ഓട്ടോറിക്ഷ ടാക്സിയുടെ സമരക്കാരനാണ് പെട്ടെന്ന് ഇന്നേക്ക് മാറ്റി വെച്ചത്. അപ്പം അതുകൊണ്ട് ഒരുപാട് അതിനകത്ത് കൺഫ്യൂഷനായിരിക്കുന്നുണ്ട്. ഏതായാലും പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് പങ്കെടുത്തത് പോലെയുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പം നമുക്ക് മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ മാസമാണ്. ഈ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞ ഒരുപാട് മഹാനാണ്. അവരെ തലച്ചൊക്കെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ മഹാനിയാണ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, ഞാൻ നേരത്തെ ഒരു
സയ്യിദ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അങ്ങേയറ്റം സ്വന്തം ഭാര്യയേക്കാൾ മക്കളെക്കാൾ ഭർത്താവിനേക്കാൾ എന്ന് വേണ്ട ഈ ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഹജ്ജുകളിൽ ബഹുമാനപ്പെട്ട ഒരു തവണ മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പ അവിടുത്തെ ഉപ്പാപ്പയാണ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് സയ്യിദ് അഹ്മദ് കബീർ റിഫായി. വിശദമായി ഒരുപാട് പറയാനുണ്ട്. നിങ്ങളെല്ലാവർക്കും തിരക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ ചുരുക്കിയ ബഹുമാനപ്പെട്ട റൗള ശരീഫിലെത്തിയപ്പോൾ പരിസരത്ത് വളർന്നു മഹാനവകൾ ഏതൊരു ഹദറത്തിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മ പോലും ഇല്ലാതെയായി. നേരെ റൗള ശരീഫിന്റെ അടുത്തേക്കാണ് തീർച്ചയായും 1,00,000-ഓളം വിശ്വാസികൾ ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി ഉറക്കെ ചെല്ലണം. സലാത്തും തസ്ബീഹും ഉറക്കെ ചെല്ലണം. അതിന് കഴിയുന്നവരിവിടെ ഇരുന്നാൽ അതെനിക്ക് നിർബന്ധം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിസരത്തെത്തിപ്പോൾ പരിസരമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ഔലിയന്മാർക്ക് ഓരോ ഹാലുകളുണ്ടാവും. അത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവും. ചില വ്യത്യസ്തങ്ങളായ ഹാലുകളാണ്. അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു തആല പറയുന്നു, റൗള ശരീഫിലെത്തിയപ്പോൾ പരിസരമൊക്കെ മറന്നുപോയി. ശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിശുദ്ധ ഖുർആനിന്റെയും ഭാഷയിൽ അറബിയിൽ 2 വരി പാട്ട് പാടി في حالة المعجر في كنت أرسلها تقبل الأمر عني وهي نائبتي فهذه نوبة الأشباه قد حضرت فامدد يديك لكي تحلى بها شفتي. മുമ്പിൽ വെച്ച് 2 വരി അറബി പാട്ട് ഞാനിപ്പോ പാടി. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ ഇറാഖിലെ ഉമ്മ എന്ന് പറയുന്ന എന്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഓരോ ദിവസവും എന്റെ റൂഹിനെ ഇവിടുത്തെ തിരുസവിധത്തിലേക്ക് ഞാൻ പറഞ്ഞേക്കാറുണ്ട്. വന്യനായ ഉപ്പാപ്പ ഇറാഖിലെ ഉമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനവരുടെ വിക്രമിന്റെ മജലിസിൽ വെച്ച് ഞാൻ എൻ്റെ റൂഹിനെ ഇവിടുത്തെ തിരുസവിധത്തിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. ഹബീബേ ഉപ്പാപ്പ, ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരവുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അങ്ങയുടെ ശറഫാക്കപ്പെട്ട കൈ ഇങ്ങോട്ട് തരണം. അത് ചുംബിച്ചിട്ട് വേണം എനിക്കെൻ്റെ ഇറാഖിലെ ഉമ്മ ഉബൈദയിലേക്ക് മടങ്ങിപ്പോകാൻ. ആ കൈയൊന്ന് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയില്ല എന്ന അർത്ഥം വരുന്ന 2 വരി പദ്യം ആരംഭിച്ചപ്പോൾ 1,00,000 വിശ്വാസികൾ നോക്കി നിൽക്കെ ഹബീബായ റസൂലുള്ളാഹി കരങ്ങൾ പുറത്തേക്ക് വന്നു. ആ കരങ്ങൾ മതി വരുമ്പോളം ചുംബിച്ച് സന്തോഷമടഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ റൗള ശരീഫിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. ഈ സംഭവം കണ്ടുകൊണ്ട് 1,00,000-ഓളം വിശ്വാസികൾ അമ്പരന്ന് പോയി. മദീനക്കാരെ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിലേക്ക് പോയിട്ട് 400 വർഷം. അതിനുശേഷം ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കരങ്ങൾ പുറത്തേക്ക് വന്നൊരു സംഭവം അന്നത്തെ ദിവസം വരെ മദീനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ രണ്ടാമത്തെ ഉറൂസിൽ ബഹുമാനപ്പെട്ടവരും തന്റെ ശിഷ്യന്മാരടക്കം 1,00,000-ഓളം വിശ്വാസികൾ ഈ കാഴ്ച കാണുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ മുരീദന്മാർ എന്താണ് ഈ സംഭവം കണ്ടുകൊണ്ട് ശൈഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു എന്താണ് പറയുന്നത്? എന്താ പറയുക? എല്ലാവരും നിയ്യത്ത് ചെയ്തു. മഹാനവറുകളെ നോക്കി തന്റെ കാലഘട്ടത്തിലുള്ള ഒരു ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ശിഷ്യന്മാരെങ്കിൽ ആദ്യത്തെ കുത്തുകാരാണ്. ആദ്യത്തെ കുത്തുമായ അല്ലാഹു അംഗീകരിച്ചത് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ടവരവിടെ ഇരിക്കെ രണ്ടാമത്തെ കുത്തുവാകുന്ന സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ഈ കരങ്ങൾ പിടിച്ച് ചുംബിച്ച് ഭാഗ്യം കിട്ടിയപ്പോ മുരീദന്മാർ ശൈഖ് ജീലാനി തങ്ങൾ എന്താണ് ഈ സംഭവിച്ചത്? അത് മറ്റൊന്നുമല്ല, അവർക്ക് അല്ലാഹു പ്രത്യേകമായി കൊടുത്ത ഒരു ഫضലാണ്, അനുഗ്രഹമാണ് എന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഒരു ചരിത്രത്തിൽ കാണുന്നു. 1,00,000-ഓളം വിശ്വാസികൾ ആ സമയത്ത് മസ്ജിദുൽ നബവിയിൽ ഈ സമൂഹത്തിന്റെ സാക്ഷികളായി. ഇത് കണ്ടവരുടെ കൈ പുറത്തേക്ക് വന്നു. ചോദിക്കുന്ന ആരാണിത്? അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇത് രണ്ടാമത്തെ ലോകം അംഗീകരിച്ച കുത്തുബ് ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ. ചില്ലറക്കാരനല്ല. നിങ്ങൾ ആലോചിച്ചത് ആ ചരിത്രത്തിനെ മഹാനവറുകളുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ പറയും ഇങ്ങനെ ഒരു സംഭവം റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർക്ക് കിട്ടുന്നത് വരെ മദീനത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അത്രക്കും വലിയ ബഹുമാനപ്പെട്ടവർ ഉമ്മ ഗർഭിണിയാണ്. ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല.